ഹായ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കോവക്കവള്ളീൻ്റെ ആയിപ്പല പറിച്ചിട്ട് നമുക്ക് ഒരു വറവ് വെക്കാം. അപ്പോൾ വീട്ടിലൂടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ അതിനെ പറിച്ചിട്ട് നമുക്ക് എങ്ങനെ വറവാക്കുന്നതെന്നൊന്ന് കാണിക്കാം. അപ്പോൾ ഇത് നിറച്ചുണ്ട് ഇതായി വള്ളി. ഇതിൻ്റെ ഈ തലപ്പാണ് നമുക്ക് വറവാക്കേണ്ടത്. ഇതെല്ലാം നമുക്കിങ്ങനെ നുള്ളിയെടുക്കാം. അപ്പോൾ ഇത് കുറേ വേണം, അതിനാണ് ഞാൻ കുറേ ദിവസത്തുനിന്ന് ഇത് പറിക്കാണ്ട് വിട്ടിട്ടുണ്ടായത്. അപ്പോൾ റോഡ് സൈഡിലാണ് നമ്മളെ വീട്, അങ്ങനെ വണ്ടീൻ്റെ സൗണ്ട് ജാസ്തി ഉണ്ടാവും. നല്ല പറിച്ചിട്ടായിട്ട് നമുക്ക് കാണിക്കാം. അത് എത്ര കിട്ടി, ഇനിയുണ്ട്, കുറേ ഉണ്ട് പറഞ്ഞാൽ ഒരു വറവിനുള്ളതുണ്ട്. ഇത് ഇത്ര കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതിനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് മുട്ടയും കൊണ്ട് വറവാക്കാം. വൈകുന്നേരത്തേക്കും ആയി, വറവ് വേഗം എങ്ങനെ ആവും, കറി വെക്കുമോ എന്തെന്ന് അറിയില്ല. എന്താ നല്ല കുമലിതാ നല്ല ഉണ്ട്. അപ്പം ഈച്ച എല്ലാം ആ ചെറിയ പുഷു ഉണ്ടാവില്ലേ, ഈച്ച പോലത്തെ, അത് ഇതിൽ ഇരുന്നാൽ തിന്നൂന്ന് പറയുന്നത്. അപ്പം അതെല്ലാം ഇവിടെ ഇരുന്നിട്ടുണ്ട്, ഇതിൻ്റെ മുകളിൽ ഇരുന്നിട്ടുണ്ടായി. എന്നാലും ഒരു പേടി, തിന്നാനാവോ തിന്നല്ലേ എന്നൊരു പേടി. എന്താ വലുതാണ് ഇത്, 4 കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ ചോദിക്കുക, ആരടുത്തെങ്കിലും ചോദിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഈ നാരെല്ലാം ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നാരിടാം, ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം, പൊടിയായിട്ട് അരിയണം. അപ്പോൾ എല്ലാം അരിഞ്ഞിട്ടായി ഒരു ഇത്ര കിട്ടിയിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ഓട്ടപാത്രത്തിലേക്ക് ഊറ്റി വയ്ക്കാം. രണ്ട് പച്ചമുളക്, പിന്നെ ഒരു 1.5 ഉള്ളി എന്തിനും ലേശം ജാസ്തി പറഞ്ഞാൽ ചപ്പ് കുറച്ചുണ്ടല്ലേ, അതിനെ കൊണ്ട് ഒരു 1.5 ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ട, ചപ്പ് കുറവുള്ളത് കൊണ്ട് 2 മുട്ട മതി. പിന്നെ നമുക്ക് ഉള്ളിനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഉള്ളിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിന് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിന്. ഞാൻ അതിന് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മളിവിടെ വെളിച്ചെണ്ണയിലാക്കലില്ല. എന്താ പറഞ്ഞാൽ ഇതിവിടെ ഭയങ്കര തണുപ്പായത് കൊണ്ട് എണ്ണയെല്ലാം കട്ടായി പോകും. അപ്പോൾ ഇപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിലാക്കാം. കവിത വരുമ്പോൾ വെളിച്ചെണ്ണ കൊടുക്കുന്നുണ്ടായി, അങ്ങനെ ആ വെളിച്ചെണ്ണയിൽ നമുക്കിന്ന് വറവുണ്ടാക്കി നോക്കാം. അപ്പോൾ എണ്ണ ചൂടായപ്പോൾ ഉള്ളി പച്ചമുളകും ഇട്ട് കൊടുത്ത്, അപ്പോൾ ഇതിൻ്റെ ഒന്നിച്ചിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, പൊടിയുപ്പ്. വേഗം ബാടി കിട്ടും അതിന്. അപ്പോൾ വീട്ടിൽ ഇത്ര ആൾക്കാരില്ലാത്തത് കൊണ്ട് ബുദ്ധിമുട്ട് ഇപ്പോഴാണ് അറിയുന്നത്. നമ്മൾ അവിടെ ഉണ്ടാവും നേരത്തെ ആരെങ്കിലും ഉണ്ടാവും അടുത്ത്, ഇവിടെ ഇപ്പോൾ ആരും ഇല്ലാണ്ടായിപ്പോയി.
അങ്ങനെ വണ്ടീൻ്റെ ഒച്ച ഭയങ്കര ഇവിടെ. വണ്ടി റോഡ് സൈഡാണ്, നമ്മൾ അടുക്കളയുള്ളത് റോഡ് സൈഡിലാണ്. അപ്പോൾ അതുകൊണ്ട് വണ്ടീൻ്റെ സൗണ്ട് ജാസ്തി കേൾക്കും. പിന്നെ ഇത് നല്ലോണം ഒന്ന് കുറച്ചൊരു കളർ ചേഞ്ച് ആവുന്ന വരെ നമുക്ക് വാട്ടിയെടുക്കാം. അപ്പോൾ ഓരോരോ നാട്ടിൽ ഓരോരോ മാതിരിയല്ലേ വറവല്ലാക്കണത്. എല്ലാവരും ചിലവർ ഉള്ളിയും പച്ചമുളകും ചപ്പും എല്ലാം ഒന്നിച്ചിട്ടിട്ട് ആണ് വറവാക്കുന്നത്. നമ്മൾ ഇവിടെ ഇങ്ങനെ ആക്കണം. ഉള്ളിയും പച്ചമുളകും ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മുടെ മുറിച്ച് വെച്ച ചപ്പോ പിന്നെ ഇലയോ അങ്ങനെയൊക്കെ പറയല്ലേ, ഇല എന്നല്ലേ പറയൂ, ചീരയില, മത്തൻ്റെ ഇല ഇങ്ങനെയല്ലേ പറയൂ. അപ്പോൾ നമ്മൾ ഇത് വള്ളിയാണ് അതായത്. അപ്പോൾ ഈ വള്ളീനെ ഇങ്ങനെ നമുക്ക് അരിഞ്ഞു വെച്ച വള്ളീനെ ഇതിലേക്ക് ഇടാം. അപ്പോൾ ഇത്ര ആയാൽ മതി. ഇനി ഇതിനെ ഇതിലേക്ക് ഇടാം. ഇങ്ങനത്തെ ഇല കുറച്ചുണ്ടെങ്കിലും മതി. എന്താ പറയുക, നമ്മളതിന് മുട്ടയെല്ലാം ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് കുറച്ചായാലും കുഴപ്പമൊന്നുമില്ല. തോനെ വേണമെന്നൊന്നുമില്ല. അത് ഈ വെളിച്ചെണ്ണ ഇട്ടിട്ട് വറവാക്കുമ്പോൾ ആ ഒരു മണമെല്ലാം നല്ലൊരു മണമെല്ലാം ഉണ്ട്. മറ്റേ നമ്മൾ ഇനിയൊരു എണ്ണയിൽ ആക്കാൻ നേരത്ത് ഇങ്ങനത്തെ ഒരു മണമൊന്നും ഉണ്ടാവില്ല. നല്ലൊരു ബാടാൻ നേരത്തെ ഒരു നല്ല മണം. അപ്പോൾ ഇതിന് കുറച്ച് നമ്മൾ നേരത്തെ ഉപ്പിട്ടുണ്ടായി. ഇനി ഒരു ലേശം കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഒരു നുള്ളിട്ട് കൊടുക്കാം. ഒന്ന് നല്ലോണം ഒന്ന് വെന്തോട്ടെ. വെന്ത പിന്നെ നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. അപ്പോൾ അടി പിടിക്കാതെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഇത് വെള്ളമൊന്നും ഒഴിക്കാനൊന്നും ഇല്ലല്ലേ, വെള്ളം ആ കഴുകിയ വെള്ളം തന്നെ ആ പശയിൽ തന്നെ ഇത് വേണം. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. കുറേ തരം ചപ്പ് നമ്മളിപ്പോൾ തോട്ടത്തിലുള്ളത് കൊണ്ട് നമ്മൾ എല്ലാ ഒരു വള്ളി ഇതേപോലത്തെ ഒരു വള്ളി ഇഞ്ഞൊന്ന് കോവക്കല്ല, അത് വേറെ എന്തോ ഒരു കായാവും. ആ കായ് ഒരു മണം ഉണ്ടാവും വേറെ പോലെ ഒരു. അത് ആ വള്ളിയും കൊടുത്തിട്ട് നമ്മളിങ്ങനെ ആക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാം. മുട്ടയിട്ട് ഇനി ഒരു നുള്ള് മഞ്ഞപ്പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്താ പറഞ്ഞാൽ ഇതിൽ മുട്ട ഇട്ട കൊണ്ട് ആ മുട്ടേൻ്റെ ആ ഇത് ചുരുക്കൊന്ന് പോയി കിട്ടാൻ ഒരു ലേശം ഒരു നുള്ള്. എന്നിട്ടിതിനെ നല്ലോണം നമുക്ക് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ മുട്ടേൻ്റെ നനവെല്ലാം ഒന്ന് വറ്റി കിട്ടണം. ഇപ്പോൾ വറവ് റെഡിയായി. ഇനി ഇതിന് ടേസ്റ്റ് നോക്കാം. ഇപ്പോൾ ടേസ്റ്റ് നോക്കാം. നല്ല സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ കോവക്കൻ്റെ വള്ളി കിട്ടിയെങ്കിൽ ഒരു ദിവസം അതേപോലെ ആക്കി നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ചോറിനെല്ലാം കഞ്ഞിക്ക് ചോറിനെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് ദോശയ്ക്കെല്ലാം നല്ല രസമുണ്ടാവും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കാക്കി ഷെയറാക്കി സബ്സ്ക്രൈബ് ആക്കി. ബായ്.